ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം 33. രാവിലെ അലാറം കേട്ടുണരുമ്പോൾ ഹരി കൂടെ ഉണ്ടായിരുന്നില്ല. ജോലിയിൽ നിന്നും വിരമിച്ചുവെങ്കിലും ബ്രിഗേഡിയർ സാബിന് ജീവിതചര്യയിൽ ഒരു വ്യത്യാസവും ഇല്ല. രാവിലെയുള്ള 1 മണിക്കൂർ നടത്തയും അരമണിക്കൂർ വ്യായാമവും. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടെന്താ, ഇപ്പോൾ കണ്ടാലും ആരും ഒന്ന് തിരിഞ്ഞു നോക്കും. അത്രയ്ക്ക് ഫിറ്റാണ്. മിഷേലും കുറവൊന്നുമല്ല. ദൈവം അനുഗ്രഹിച്ച് കിട്ടിയ ഒതുങ്ങിയ ബോഡിയാണ് അവളുടെ സമ്പാദ്യം. അതുകൊണ്ട് വലിയ വ്യായാമമൊന്നും ഇല്ലാതെ തന്നെ അവളും ഫിറ്റാണ്. എന്നാലും യോഗ അവളും മുടക്കാറില്ല. നടത്തയും കഴിഞ്ഞു വന്ന ഹരിയുടെ കൂടെ ചായ കുടിക്കുമ്പോൾ മിഷേലിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്താണ് സഹധർമ്മിണി, രാവിലെ ഒരു പുഞ്ചിരിയൊക്കെ? ഹേയ്, ഞാൻ ഓർക്കുകയായിരുന്നു. ഹരിയേട്ടന്റെ മുടി നരച്ചു തുടങ്ങിയെങ്കിലും ആ സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് നന്നായി ചേരുന്നു. ഹോ, പെണ്ണ് രാവിലെ എന്റെ സൗന്ദര്യത്തിന് കണ്ണു വയ്ക്കുന്നു. അത്രയ്ക്ക് സൗന്ദര്യമൊന്നുമില്ല. പിന്നെ എന്റെ സൗന്ദര്യത്തിലല്ലേ നീ വീണത്? പിന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള സർദാർ എന്നും രാവിലെ നിന്നെ വായി നോക്കുമ്പോൾ തോന്നും എനിക്ക് സൗന്ദര്യം കുറവാണോ എന്ന്. അതിന് അയാളല്ലേ വായി നോക്കുന്നത്, ഞാനല്ലല്ലോ ഹരിയേട്ടാ. അതെ അതെ മോളെ, പണ്ട് ഞാൻ ഇതുപോലെ വായി നോക്കിയതാണ് നിന്നെ. ഓ, അപ്പൊ ഇപ്പോഴും പേടിയുണ്ട് ഞാൻ അടുത്ത ആളെ കിട്ടിയാൽ ഓടിപ്പോകുമെന്ന്. ഓടോടി നീ. അതും പറഞ്ഞ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അവളുടെ 2 കവിളിലും കൂടി അവൻ കുത്തിപ്പിടിച്ചു. എന്താ ഹരിയേട്ടാ ഇത്? ഷോ, ചായ മുഴുവൻ എന്റെ ദേഹത്തും വീണു, താഴെയും പോയി. എനിക്ക് നന്നായി വേദനിച്ചു കേട്ടോ. വേദനിക്കണം. ഇവിടെ ഈ ചണ്ഡീഗഡിൽ ട്രാൻസ്ഫർ ആയപ്പോഴേ എനിക്ക് പേടിയായിരുന്നു. നിന്റെ സർദാർമാരോടുള്ള ഇഷ്ടം എനിക്കറിയാത്തതല്ലോ. എന്റെ ഹരിയേട്ടാ, സർദാറൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. എത്ര സ്നേഹിച്ചാലും മതിവരാത്ത നിങ്ങളെ കളഞ്ഞു പോകാൻ എനിക്ക് സമയം കിട്ടണ്ടേ? അത് കേട്ട് ഹരിയുടെ മുഖം തെളിഞ്ഞു. വയസ്സായാലെന്താ, ഇപ്പോഴും ഇതൊക്കെ കേട്ടാ സാബിന്റെ മുഖം തെളിയും. ബ്രിഗേഡിയറായി പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ട്രാൻസ്ഫർ ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല നിന്നെ ഇങ്ങനെ സർദാർമാരുടെ കൂടെ. ഹരിയേട്ടാ, ജെറിനോ മിലിയോ വിളിച്ചോ? അവർ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും വിളിച്ചില്ലേ? അവർ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇല്ലടി, വിളിച്ചില്ല. ഷോ, എന്തായോ എന്തോ. എന്റെ കുഞ്ഞി, ഇങ്ങനെ നീ ടെൻഷനാകാതെ, എല്ലാം ശരിയാകും. മിലിയും ഒറ്റ മോളല്ലേ, അവൾക്കറിയാം എല്ലാം. അതാണ് പ്രശ്നം, 2 കുട്ടികൾ വേണം. അതൊന്നും പറഞ്ഞാ ഏട്ടന് മനസ്സിലായില്ല. അതെന്താടി എനിക്ക് മനസ്സിലാകാത്തത്? ഒന്നുമില്ല, ഞാൻ ഇനി എന്റെ പണി തുടങ്ങട്ടെ. മിഷു, അടുത്ത 1 വീക്ക് ഞാൻ വൈകിട്ട് നിന്നെ വിളിക്കാൻ വരില്ല. ഫുട്ബോൾ മാച്ച് ഉണ്ട്. എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ ഒരു ഫുട്ബോള്. വയസ്സായിന്ന് ഒരു ചിന്തയില്ല. ഒന്ന് പോടോ, വയസ്സായത് തന്റെ സർദാറാണ്. വീണ്ടും ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി. രാവിലെയും വൈകിട്ടും മിഷേലിന്റെ ഡ്രൈവർ പണി കൂടി ഹരി ഏറ്റെടുത്തു. ഹലോ ഹരിയേട്ടാ, ഇന്ന് എന്നെ പിക്ക് ചെയ്യാൻ വരണ്ട. ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോവും. പിന്നെ ഓട്ടോയോ ടാക്സിയോ വിളിച്ച് വന്നേക്കാം ഞാൻ. അത് വേണ്ടടോ, താൻ വിളിച്ചാൽ മതി. ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ വരാം. വെറുതെ എന്തിനാ ഹരിയേട്ടാ? വെറുതെ അല്ലല്ലോ കുഞ്ഞി, നിന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടുന്ന ഓരോ മിനിറ്റ് അത് അന്നും ഇന്നും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. എങ്കിൽ പിന്നെ പോരെ, നമുക്ക് ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോവാം. ഓ യെസ്, സന്തോഷം, ഞാൻ കാണും അവിടെ. ഫോൺ കട്ട് ചെയ്ത മിഷിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ. ഷോപ്പിങ്ങിന് പോകുമ്പോൾ പുറത്തുനിന്ന് ആഹാരം കഴിക്കുമ്പോഴും 2 പേരും നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. പലപ്പോഴുമുള്ള അവരുടെ 2 പേരുടെയും സ്നേഹപ്രകടനങ്ങൾ അടുത്തിടെ വിവാഹം കഴിഞ്ഞ മധുവിധു കാലത്തിലുള്ള ദമ്പതികളെ പോലെയായിരുന്നു. എങ്കിൽ പരസ്പരമുള്ള കരുതലും ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതും വർഷങ്ങളായി വിവാഹിതരായ ദമ്പതികളെ പോലെയായിരുന്നു. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിൽ മിഷേൽ വീണ്ടും അസ്വസ്ഥത കാണിച്ചു. ജെറിൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല അല്ലേ? താൻ ടെൻഷനാകാതടോ, അവര് പറഞ്ഞതല്ലേ ഈ വർഷത്തെ വരവ് ചിലപ്പോഴേ കാണുമെന്ന്. അതെ ഹരിയേട്ടാ, എന്നാലും മീരമോളെ കാണാൻ കൊതിയാവുന്നു. അവളുടെയും ലവ് മിഷിയമ്മച്ചി തന്നെയാണല്ലോ. പിന്നെ അതൊന്നുമില്ല. ഹരിയച്ചനെ കണ്ടാ പിന്നെ പെണ്ണിന് എന്നെ വേണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ അവളുടെ എല്ലാ തെമ്മടിത്തരത്തിനും കൂട്ടുവെക്കുന്നതുകൊണ്ടാണ്. അതായി ഇപ്പൊ നല്ല കൂത്ത്. ഡീ, എന്റെ കൊച്ചിന്റെ ആവശ്യങ്ങൾക്ക് പിന്നെ ഞാനല്ല നിന്റെ സർദാർ കൂട്ടിയിക്കോ? ദേ, ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം. അഥവാ അവർ വരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെയും കൊണ്ട് സർദാറിന്റെ കൂടെ കൊഞ്ചിക്കാൻ പോയാൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. നിനക്ക് അയാളോട് പഞ്ചാര പറയണമെങ്കിൽ പൊക്കോണം. എന്റെ കുഞ്ഞിനെ കൊണ്ടുപോരുത്, പറഞ്ഞേക്കാം. ഹോ, ഒട്ടും തന്നെ കുശുമ്പില്ലാത്ത ഒരു ഗ്രാൻഡ് പാ. ഉണ്ട്, എനിക്ക് കുശുമ്പുണ്ട്. എന്റെ കൊച്ചിനെ കുറിച്ച് എനിക്ക് നല്ല കുശുമ്പുണ്ട്. പിന്നെ അവളെക്കുറിച്ച് മാത്രമല്ല, നിന്നെക്കുറിച്ചും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ആ പരട്ട കളവൻ എന്താ പറഞ്ഞത്? മിഷി മാഡത്തിന് എക്സർസൈസ് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ഫിറ്റ് ബോഡിയാണെന്ന്. അത് കേട്ട് ഇവിടെ ഒരുത്തി പൂത്തുലഞ്ഞ് നിൽക്കാനും. എന്റെ കർത്താവേ, നിങ്ങൾ ഇത്ര ചീപ്പാണോ മനുഷ്യ? അയാളൊരു പോസിറ്റീവ് വേയിലല്ലേ പറഞ്ഞത്.
നല്ല കാര്യം കേട്ട പിന്നെ ആർക്കാണ് സന്തോഷം തോന്നാത്തത്? അതെ, നല്ല കാര്യം തന്നെയായിരുന്നു. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്റെ ഹരിയേട്ടൻ എന്നെ അങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന്? എന്റെ ഭാര്യയുടെ ബോഡി കണ്ടാണ് അവന്റെ കമന്റ്. സർദാറിന് എനിക്കൊരു ടൈം പാസ്സാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പോ അടിച്ചിറക്കിയേനെ അവനെ. എങ്ങനെ ഇതിനിടയ്ക്ക് ഹരിയേട്ടൻ അവിടെയും ലൈൻ വലിച്ചോ? പിന്നല്ലാതെ. നീ ഡ്യൂട്ടിക്ക് പോകും, അയാളും പോകും. പകല് മുഴുവൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളത്. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഹോ, എന്താ ബോഡിയാണ് അവളുടെ. നല്ല നീളവും അതിന്റെ കൂടെ നല്ല തടിച്ചു കൊഴുത്ത ശരീരവും. ആ ചിരിക്ക് കൊടുക്കണം കാശ്. ദേ ഹരിയേട്ടാ. പെണ്ണെ, നുള്ളരുത്. ഡീ, വണ്ടി കയ്യിന്ന് പോവും. നീ വീട്ടിൽ ചെന്നിട്ട് എന്താന്ന് വെച്ചോ ചെയ്തോ. ആണല്ലോ, കള്ള കാമുക. ഇന്നിങ്ങ് വാ, കാണിച്ചു തരാം. അയ്യോ, എന്റെ അച്ചായത്തി കൊച്ചേ, അത് മാത്രം വേണ്ട. നീ ശിക്ഷിക്കരുത്. നീ തഴുകി ഉറക്കിയാൽ മാത്രം ഉറക്കം കിട്ടുന്ന നിന്റെ ഇച്ചായനല്ലേടി ഞാൻ. അതോർമ്മ വേണം. രാത്രി ഉറങ്ങാൻ കിടന്ന മിഷേൽ എന്തോ ഗഹനമായി ചിന്തിക്കുന്ന കണ്ട് ഹരി ചോദിച്ചു, എന്താ പെണ്ണേ? അവന്റെ നെഞ്ചിൽ വിരലുകൾ ചലിപ്പിച്ച് മിഷേൽ പറഞ്ഞു, ഹരിയേട്ടാ, മിലി പറഞ്ഞതുപോലെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവൾ വീണ്ടും പ്രഗ്നന്റ് ആയ നമുക്ക് അവളെ ഇവിടേക്ക് കൊണ്ടുവരാം. അപ്പൊ കുഞ്ഞിന്റെ പഠിത്തോ കുഞ്ഞി? ജെറിന്റെ മമ്മി അവളോടിപ്പോ വലിയ പോരിന് പോകുന്നില്ല എന്നേ ഉള്ളൂ. അത് അവനെ ഭയന്നിട്ടാണ്. ഇപ്പോഴും അവരുടെ മനസ്സ് അത്ര നല്ലതല്ല. എനിക്കറിയാം. നീ ടെൻഷനാകാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. മീരമോളില്ലാതെ മിലി നിൽക്കില്ല. അത് ശരിയല്ല മിഷു. കുഞ്ഞുങ്ങൾ അപ്പന്റെയും അമ്മയുടെയും കൂടെ നിന്ന് വളരണം. അത് ശരിയാണ്. ഹരിയേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടോ? എപ്പോഴെങ്കിലും സ്വന്തമായി ഒരു കുഞ്ഞുവേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? മിലി എന്റെ സ്വന്തം അല്ലേ? അതല്ല, എന്റെയും ഹരിയേട്ടന്റെയും. ഇല്ല, ഒരിക്കലും ഇല്ല. നീ എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ നിനക്ക് ആ പ്രായം കഴിഞ്ഞിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി എന്റെ പെണ്ണിന്റെ ജീവിതം വെച്ചുള്ള റിസ്കിനൊന്നും ഞാൻ തയ്യാറല്ല. എനിക്ക് നീ കൂടെ വേണമെന്നേ തോന്നിയുള്ളൂ. ഇനി ചിലപ്പോ നമ്മുടെ 30കളിൽ കണ്ടിരുന്നുവെങ്കിൽ ചിലപ്പോ ആഗ്രഹം വന്നേനെ. ഇപ്പൊ ഒട്ടുമില്ല പെണ്ണെ. എനിക്ക് എന്റെ മിലിയുണ്ട് മകളായിട്ട്. ഇപ്പൊ ഞാൻ സന്തോഷമുള്ള ഒരു മുത്തച്ഛനാണ്. സത്യം. അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നപ്പോൾ വീണ്ടും അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ സ്നേഹത്തിന് അവൾക്കായി ഇത്രയും വർഷം കാത്തുവെച്ചതിന്. മിഷു, ഡോ. പറയൂ ഹരിയേട്ടാ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കടി. മുഖത്ത് നോക്കി സംസാരിക്കണം. ഇനി പറ. നീ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ മിഷു? ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാണ് മിഷു. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്താ, ഹരിയേട്ടന് സമ്മതമല്ലേ? അങ്ങനെയല്ല, നിന്റെ സന്തോഷമാണ് എന്റെയും. പക്ഷേ ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ നീ ക്ലിയർ ആയിരിക്കണം എന്താ ചെയ്യുന്നതെന്ന്. പിന്നെ വിഷമിക്കരുത്. ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് ഏട്ടാ. കുടുംബത്തിന് ആവശ്യം വരുമ്പോൾ ഇല്ല എങ്കിൽ പിന്നെ എന്ത് പ്രയോജനം? പണ്ട് മീരമോളുടെ കാലത്ത് അങ്ങനെ ചിന്തിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോ അതല്ല. അതുമല്ല, എനിക്ക് മടുത്തു ഏട്ടാ. ഇനി നാട്ടിൽ പോകാം. ശരിടി ഭാര്യ കൊച്ചേ, നിന്റെ ഇഷ്ടം. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. ജെറിന്റെ ഫാമിലി അവളെ നമ്മുടെ തറവാട്ടിലേക്ക് വിടുവോ? പിന്നെ വിടാതെ, അതല്ലേ നമ്മുടെ വീട്. അത് കേട്ട് ഹരി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇവളുടെ ഈ സ്വഭാവമാണ് എന്റെ ജീവൻ. എന്തിനോടുള്ള തുറന്ന മനസ്സ്. അതും ഓർത്ത് ഉറക്കത്തിലേക്ക് വഴുതി വീണു. 2 ദിവസത്തിനകം തന്നെ മിഷേൽ VRS എഴുതി കൊടുത്തു. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണം എന്ന ആഗ്രഹത്തോടെ കാത്തിരുന്നു. ഇനിയും 3 മാസം കൂടി. ഹലോ ലിസി. ഹലോ, എന്താടി വിശേഷം? ലിസി, മിലിമോള് പ്രഗ്നന്റ് ആണ്. കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം നോർമലായി. ആണോ? കൺഗ്രാറ്റ്സ് ശ്രീ. എത്രയായി? എങ്ങനെയാണ്, നീ പോകുന്നോ? അതെ, അവൾക്കിപ്പോ 1 മാസം ആയിട്ടേ ഉള്ളൂ. ഞാൻ VRS എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോകുന്നു. അതെയോ? നിന്റെ തീരുമാനമാണോ അതോ ഏട്ടൻ പറഞ്ഞോ? ഇല്ലടി, തീരുമാനം എന്റെ തന്നെയാണ്. ഹരിയേട്ടനും സന്തോഷാണ്. അത് നന്നായി. രേവതി അവിടെ തന്നെ ഇല്ലേ? അപ്പോ അവരെവിടെ പോകും മിഷി? എവിടെ പോകാൻ, കൂടെ കാണും ലിസി. രേവതി ഉള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും സന്തോഷാണ്. ഹരിയേട്ടൻ പറയുന്നത് അമ്മ ഉള്ളതുപോലെ ഒരു നിറവാണ് അവൾ ഉള്ളതെന്നാണ്. സത്യമാണ്, എനിക്കും തോന്നിയിട്ടുണ്ട്. ശരിടി, ജൂഹി മോനും വരൂ ഇന്ന്. അതിന്റെ പണിപ്പാടിലാണ്. ഞാൻ പിന്നെ വിളിക്കാം. ശരി, ബൈ. ബൈ. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. VRS സാങ്ഷനായി എന്നത്തേക്കുമായി എല്ലാം ഉപേക്ഷിച്ച് ഒരു യാത്ര. അവളും അവളുടെ ഹരിയേട്ടനും അവളുടെ ഹരിയേട്ടന്റെ സ്വന്തം തറവാട്ടിലേക്ക്. ഹരിയുടെ തറവാട്ടിലേക്ക് മിലിയെ വിടുന്നതിന് ആദ്യം കുറച്ച് എതിർപ്പൊക്കെ ജെറിന്റെ കുടുംബം കാണിച്ചുവെങ്കിലും ജെറിന്റെ സ്ട്രോങ് ആയ ഇടപെടൽ കാരണം അത് സോൾവായി. ജെറിൻ എല്ലാ ശനിയാഴ്ചയും മീരമോളയും കൊണ്ട് തറവാട്ടിൽ വന്നു. ഞായറാഴ്ച തിരിച്ചുപോയി. അങ്ങനെ മിലിയുടെ പ്രഗ്നൻസിയും പ്രസവവും എല്ലാം അവിടെ ആഘോഷമായി തന്നെ നടന്നു. എല്ലാത്തിനും കൂട്ടായി രേവതിയും പിന്നെ ഹരിയുടെ സഹോദരങ്ങളുടെ കുടുംബവും ഉണ്ട്.
ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ അടിച്ച് അവരുടെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. മറ്റൊന്നുമല്ല, സാധാരണഗതിയിൽ ശാന്തമായി ഒഴുകിയ കുറച്ച് ദിവസങ്ങളായിരുന്നു അത്. ഹരിയും മിഷേലും അവരുടെ ജീവിതത്തിൽ സ്വകാര്യമായി ആസ്വദിച്ച കുറച്ച് സമയം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരസ്പരം പ്രണയത്തിൽ കുളിച്ച് ജീവിച്ച നാളുകൾ അവരുടെ തന്നെ സ്വകാര്യതയായിരിക്കട്ടെ. ഇന്ന് മിഷേലിന്റെ 60ാം ജന്മദിനമാണ്. ആഘോഷത്തിന് നിറപ്പകിട്ടേക്കാൻ ഹരിയുടെയും മിഷേലിന്റെയും തറവാട്ടിൽ എല്ലാവരും ഉണ്ട്. ഹരിയുടെ സഹോദരങ്ങൾ വരുൺ, മുകുൽ, അവരുടെ കുടുംബം, മാത്യു ചായൻ, സിസിലി ചേച്ചി, പിന്നെ അവരുടെ മക്കൾ വിദേശത്തായതിനാൽ അവരില്ല. മിയ ചേച്ചി ഇന്നും ചെറിയ പിണക്ക് മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് സുഖമില്ല എന്ന ഒരു അടവ് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാമെങ്കിലും ആരും കാര്യമാക്കുന്നില്ല. എന്നും എല്ലാ ബന്ധങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. ജെറിനും മിലിയും അവരുടെ 2 മക്കളും, സമീറ മോളും സമർപ്പിത് മോനും നല്ല ത്രില്ലിലാണ്. അവരുടെയൊക്കെ ജീവനാണ് മിഷേൽ. ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കുട്ടികളാണ്. വരുണിന്റെയും മുകിലിന്റെയും മക്കളും മിലിയുടെ മക്കളും. സമ്മു എന്ന് വിളിക്കുന്ന സമർപ്പിതാണ് ചെറുത്. എങ്കിലും അവനും ഫുൾ സ്പിരിറ്റിലാണ്. അവന്റെ ജീവനാണ് പട്ടാള മുത്തച്ഛനും മിഷി അമ്മച്ചിയും. എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റി കിട്ടിയ ചോക്ലേറ്റ് കഴിച്ച് പുള്ളി അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. മിഷേൽ ഹരിയുടെ ആഗ്രഹം പോലെയാണ് ഇന്ന് ഒരുങ്ങിയത്. അവൻ വാങ്ങിക്കൊടുത്ത പർപ്പിൾ കളറിലെ സാരിയിൽ വല്ലാത്തൊരു ഗ്രേസ് ആണ് അവളെ കാണാൻ. കുറച്ച് അല്ലറ ചില്ലറ അസുഖങ്ങൾ ഉണ്ടെങ്കിലും രണ്ടുപേരും നല്ല ആക്റ്റീവാണ്. മിഷി അമ്മച്ചി, മുത്തച്ഛൻ കൊണ്ടുവന്ന പൂവ് കണ്ടോ? അവിടെ കാണും മീരമോളെ, അമ്മച്ചി കണ്ടില്ല. ഷോ, ഇത് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു? ഞാൻ മുത്തച്ഛനോടൊന്ന് ചോദിച്ചിട്ട് വരാം. അമ്മച്ചിക്കുള്ള പൂവ് എവിടെ മുത്തച്ഛ? അതവിടെ കാണും മോളെ. ഇനി പൂവൊന്നും ഇല്ലേലും കുഴപ്പമില്ലടി കാന്താരി, അവള് സുന്ദരിയാണ്. ഓ പിന്നെ, പൂ ഉള്ളതാണ് എന്റെ അമ്മച്ചിക്കൊരു ഐശ്വര്യം. അത് കേട്ട് ഹരിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. പൂവില്ലാതെ തന്നെ അവളെ കുട്ടികൾ ഒരുക്കി. മിഷേൽ ഫോണിൽ വന്ന വിഷസിന് മറുപടി അയച്ചിരുന്നപ്പോഴാണ് വാതിലടയുന്ന ശബ്ദം കേട്ടത്. എന്താ ഹരിയേട്ടാ, എന്തിനാ ഇപ്പൊ വാതിലൊക്കെ അടച്ചത്? അത് ശരി, എനിക്കെന്റെ ഇലപ്പെണ്ണിന്റെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നിയാ ഇരിക്കണ്ടേ? ഓഹോ, അതായിരുന്നു അല്ലേ. പോരെ പോരെ, പക്ഷേ എന്റെ സാരിയിൽ ചുളിവ് വീഴാതെ വേണം കേട്ടോ. എന്ത്? അതിന് ഞാൻ എന്ത് ചെയ്യുമെന്നാണ്? ഹരി അവളെ ഒന്ന് കൂറിപ്പിച്ചു നോക്കി. എന്റെ മനുഷ്യ, എനിക്കറിയില്ലേ നിങ്ങളെ. പിള്ളേര് കഷ്ടപ്പെട്ട് ഒരുക്കിയതാണെന്നെ. നിങ്ങളുടെ കൊഞ്ചലിൽ ഇപ്പോ എല്ലാം ഉടഞ്ഞു പോവും. അപ്പോ നിനക്ക് കൊഞ്ചലൊന്നും ഇല്ലെന്നാണോ? അങ്ങനെയല്ല. അത് പറയുമ്പോൾ മിഷേൽ ഒന്ന് പുഞ്ചിരിച്ചു. എന്തോ ഒരു കുറവുണ്ടല്ലോ മിഷു. ആണോ? കൊള്ളില്ലേ കാണാൻ? അത് പിന്നെ നീ എങ്ങനെ നിന്നാലും എന്റെ കണ്ണിൽ നീ സുന്ദരിയാണ് പെണ്ണെ. പക്ഷേ ഒരു പൂർണ്ണതയില്ല ഒരുക്കത്തിന്. അത് ഹരിയേട്ടാ, ഏട്ടൻ വാങ്ങി തന്ന പൂവ് കാണുന്നില്ല, അതാവും. ഇനി ആ സമ്മ എടുത്ത് കളഞ്ഞു കാണും. അത് കേട്ട് ഒരു ചെറു ചിരിയോടെ ഹരി പുറത്തേക്ക് പോയി. മിഷേൽ ജനലിൽ കൂടി നോക്കിയപ്പോൾ കണ്ടു ബോഗൻ വില്ലയുടെ മുകളിൽ നിന്ന് ഒരു കമ്പുകൊണ്ട് മുല്ലമാല എടുക്കുന്ന ഹരിയെ. എന്റെ കർത്താവേ, ഈ കള്ളൻ ഇത് അവിടെ കൊണ്ട് വെച്ചതാവും. പ്രായമായാലും ഇതേ നന്നാവില്ല. അതേ കള്ളച്ചിരിയോടെ വന്ന ഹരി അവളുടെ മുടിയിൽ മുല്ലമാല ചുറ്റിവെച്ചപ്പോൾ പ്രായത്തിനെ വെല്ലുന്ന ഒരു ചുവപ്പ് അവളുടെ കവിളുകളിൽ തെളിഞ്ഞു. അതെ, എന്റെ മിഷുവിനെ എനിക്ക് പോയിക്കണമെന്ന് വിചാരിച്ചു. അതിനാണ് ഒളിച്ചു വെച്ചത്. എന്നാ പിന്നെ അത് ആ കുട്ടികളോട് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ അതുങ്ങളെ കഷ്ടപ്പെടുത്തി. അതും പറഞ്ഞ് അവളൊന്ന് നുള്ളി അവന്റെ കയ്യിൽ. അങ്ങനെ പറഞ്ഞാ ദേ ഇപ്പോ ആ മുഖത്ത് ഞാൻ കണ്ട നിന്റെ നാണം കാണാൻ പറ്റുമോ? ഇപ്പോഴും നീ ഇങ്ങനെ നാണിച്ചെന്നെ നോക്കുമ്പോ പണ്ട് വിവാഹത്തിന് മുമ്പ് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ നീ പുറകിൽ നാണിച്ചെന്നെ നോക്കുന്ന ഭാവമാണ്. ഒന്ന് പോ ഹരിയേട്ടാ. അത് പിന്നെ എന്നിലെ പ്രണയത്തെയും നാണത്തെയും തൊട്ടുണർത്തിയത് ഈ മുഖമല്ലേ? അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഹരിയുടെ മുഖത്ത് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. മനസ്സിൽ ദീർഘായുസിനുള്ള പ്രാർത്ഥനയും. വാതിലിൽ മുട്ടിയപ്പോഴാണ് രണ്ടുപേരും അറിഞ്ഞത് കുറെ നേരമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ടെന്ന്. പരസ്പരം നോക്കി ഒന്ന് ചിരിച്ച് ഹരി പോയി വാതിൽ തുറന്നു. എന്താ ഇവിടെ, റൊമാൻസ് കഴിഞ്ഞില്ലേ ഇതുവരെ? കുട്ടിപ്പട്ടാളങ്ങളുടെ നേതാവ് ശ്രീനന്ദനാണ്, വരുണിന്റെ മകൻ. ഇപ്പോ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. കഴിഞ്ഞു നന്ദ, ദേ വരുന്നു. എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ നടുക്ക് അലങ്കരിച്ചു വെച്ച ടേബിളിൽ കുട്ടികൾ കേക്ക് കൊണ്ടുവച്ചു. മിഷേൽ കേക്കിൽ എഴുതിയത് വായിച്ചു. ചേമ്പില 60ന്റെ നിറവിൽ. മിഷേലിന്റെ കണ്ണുകൾ പ്രണയത്തോടെ ഹരിയുടെ നേരെ തിരിഞ്ഞു. അതൊന്ന് നിറഞ്ഞുവെങ്കിലും തുളുമ്പിയില്ല. അതെ അമ്മച്ചി, അവിടേക്ക് നോക്കണ്ട, ഇതൊക്കെ ഞങ്ങളുടെ വകയാണ്. ഹോ, കണ്ണിലെ പ്രണയം കണ്ടോ നന്ദേട്ടാ? 16 ആണെന്ന ഭാവം. അതെ, 60 ആയി, മീരെ കളിയാക്കി പറഞ്ഞു. ദേ, ആർക്കേലും പ്രണയം പഠിക്കണമെങ്കിൽ ഇവരെ രണ്ടുപേരെ നോക്കിയാ മതി. നീ എന്തിനാ കുശുമ്പ് കാണിക്കുന്നത് മീര? നിന്റെ അമ്മച്ചിയെ പോലെ നീയും പ്രണയിക്കാൻ പഠിച്ചോ? ജെറിന്റെ വാക്ക് കേട്ട് മിലി അവനെ ഒന്ന് നുള്ളി. ദേ ജെറിനെ, പെണ്ണിന് വയസ്സ് 15 ആയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ അപ്പം തന്നെ വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കണ്ട, മിലി കപട ദേഷ്യത്തിൽ പറഞ്ഞു. നീ പോടി, അവളും പ്രണയിക്കട്ടെ, അവളുടെ പപ്പയെ പോലെയും മുത്തച്ഛനെ പോലെയും. അല്ലേ അച്ഛാ?
ജെറിന്റെ വാക്കുകൾ അവിടെ എല്ലാവരിലും ചിരി നിറച്ചു. പൊട്ടിച്ചിരിയുടെ ഇടയിൽ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ കുട്ടികളുടെ വക കലാപരിപാടികളും റാപ്പിഡ് ഫയറും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ നിർബന്ധത്തിന് വഴങ്ങി ഹരിയും മിഷുവും ഡാൻസ് വരെ കളിച്ചു. പക്ഷേ അത് വേണമെന്ന് പറഞ്ഞ കുട്ടികൾ തന്നെ തലയിൽ കൈവച്ചു. രണ്ടും കണ്ണിൽ നോക്കി പ്രണയിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാം മറക്കും. എന്തായാലും ആഘോഷങ്ങളുടെ അവസാനം മീരയുടെ വക ട്രൂത്ത് ഓർ ഡെയർ കൂടി ഉണ്ടായിരുന്നു. കുട്ടികളുടെ തമാശകൾ മുതിർന്നവരും നന്നായി എൻജോയ് ചെയ്തു. ആദ്യ ചാൻസ് കിട്ടിയത് മാത്യു ചായനാണ്. പാവം ട്രൂത്ത് എടുത്തു. ചോദ്യം വന്നു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച നിമിഷം. എന്റെ കുഞ്ഞിയുടെ 2ാം വിവാഹം. എല്ലാ കടമ്പകളും കളിയാക്കലുകളും കടന്നു വരാൻ എന്റെ കുഞ്ഞ് കാണിച്ച ധൈര്യം, അവൾക്ക് ഹരിയളിയനിൽ കണ്ട വിശ്വാസം. ഞങ്ങളെല്ലാം അവളെ വിഷമിപ്പിച്ചപ്പോൾ ഹരിയളിയനെ വിട്ടുകളയാതെ പക്വതയോടെയും സ്നേഹത്തോടെയും അവൾ ഞങ്ങളോട് പൊരുതി. ഒരിക്കലും കുടുംബത്തിന് ദോഷം വരുന്നത് ചെയ്തില്ല. ഞങ്ങൾ അവളെ ശത്രുവായി കണ്ടപ്പോഴും അവൾ ഞങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു തരി കുറച്ചില്ല. ഹരി ഒരു പുഞ്ചിരിയിൽ സന്തോഷമൊതുക്കിയപ്പോൾ മിഷേൽ നിറഞ്ഞ കണ്ണോടെ അച്ചായനെ കെട്ടിപ്പിടിച്ചു. അപ്പന്റെ സ്ഥാനത്താണ് അവൾക്കിപ്പോ അവളുടെ അച്ചായൻ. അടുത്തത് ഹരിക്ക് തന്നെ കിട്ടി. പട്ടാളം അല്ലേ, അവൻ ഡെയർ തന്നെ എടുത്തു. ആരോടെങ്കിലും ഒരു തുറന്നു പറച്ചിൽ. അതൊരു സോറി ആകാം, താങ്ക്സ് ആകാം, ഫീലിങ്സ് ആകാം, അങ്ങനെ എന്തും. എനിക്ക് പറയാനുള്ളത് ഒരു നന്ദിയാണ്. ഹരിയുടെ വാക്ക് കേട്ട് എല്ലാവരും ചിരിച്ചു. ഇതിലെന്താ ഡെയർ? എല്ലാവർക്കും അറിയാം അത് മിഷേലിനോടാണെന്ന്. ഹരി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു, എന്റെ രേവുവിനോടാണ് നന്ദി പറയാനുള്ളത്. ഞാൻ ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇവളാണ് പറഞ്ഞത്, അച്ഛൻ കളിയാക്കിയത് വലിയേട്ടൻ മറക്കണം, ഏട്ടന് കഴിവില്ലാത്തത് കൊണ്ടല്ല, അച്ഛന് ഏട്ടന്റെ കഴിവറിയാൻ വയ്യാഞ്ഞിട്ടാണെന്ന്. ഒരു ചെറുപ്പക്കാരന് അത് വലിയൊരു ആശ്വാസമായിരുന്നു. എനിക്കെന്റെ വലിയേട്ടനായി തന്നെ എന്നും ഏട്ടൻ വേണമെന്ന് രേവതി പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ഞാനൊരു സഹോദരനായിരുന്നു എന്ന് മനസ്സിലായി. അന്നും ഇന്നും അതെ. അമ്മാവന്റെ വാക്കുകൾ എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ രേവതിയുടെ വാക്കുകൾ എനിക്കെന്റെ മിഷുവിന് തന്നു. എന്റെ നന്ദി എന്റെ രേവതിക്ക്. രേവതി സന്തോഷത്തോടെ നിറഞ്ഞ കണ്ണോടെ മിഷേലിനെ കെട്ടിപ്പിടിച്ചു. അവൾ രേവതിയെ ഹരിയുടെ ദേഹത്തേക്കാണ് ചേർത്ത് വെച്ചത്. സന്തോഷത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ച് ഒരു വലിയ ഏട്ടന്റെ സ്നേഹത്തോടെ. പലരുടെയും മുഖം കുനിഞ്ഞിരുന്നു. അവര് പറഞ്ഞ കുത്തുവാക്കുകൾ ഓർത്തു. അടുത്തത് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ മിഷേൽ തന്നെയായിരുന്നു. കുട്ടികൾ കള്ളത്തരം കാണിച്ചു കാണും. അല്ലെങ്കിൽ എങ്ങനെ അവള് തന്നെ വന്നു? അവളും ട്രൂത്ത് പറഞ്ഞു. ചോദ്യം നീലിമയുടെയാണ്, മുകിലിന്റെ മകൾ. വല്യച്ഛന്റെ സ്നേഹം സ്വീകരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? അത് കേൾക്കാൻ ആഗ്രഹമുള്ളതുപോലെ ഹരിയും ഒന്നിളകിയിരുന്നു. മിഷേൽ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ പറഞ്ഞു, ഈ മുഖം കണ്ട എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അത് വേണ്ട, സത്യം പറയൂ. കുട്ടികൾ ഒരേ സ്വരത്തിലാണേ. മിഷേൽ ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു തുടങ്ങി. എല്ലാവരെയും പോലെ ഹരിയേട്ടൻ എന്റെ മനസ്സിൽ കയറിയപ്പോൾ മനസ്സിൽ വല്ലാതെ കുറ്റബോധം തോന്നി. ഞാനൊരു വിധവയാണെന്നതും എനിക്കൊരു മകളുണ്ടെന്നതും എന്റെ കുടുംബത്തെ അത് എങ്ങനെ ബാധിക്കുമെന്നതും എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാനൊരു സ്വഭാവശുദ്ധിയില്ലാത്ത സ്ത്രീയാണോ എന്ന്. അപ്പോഴെല്ലാം ഇദ്ദേഹം എന്റെ കൂടെ ക്ഷമയോടെ ഉണ്ടായിരുന്നു, നല്ല ഒരു സുഹൃത്തായി തന്നെ. പിന്നെ എന്റെ ലിസി. ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിയപ്പോഴെല്ലാം ഇവർ രണ്ടും എനിക്ക് ധൈര്യം തന്നു, കൂടെ ഉണ്ട്, ഒറ്റയ്ക്കല്ല എന്ന്. വിധവയായി അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ജീവിതം, അത് എല്ലാവരും പറയുന്ന പോലെ ഭക്തിമാർഗത്തിൽ ജീവിക്കാൻ അത്ര എളുപ്പമല്ല. അങ്ങനെയുള്ളവരും ഉണ്ടാവും, അവരുടെ സ്വന്തം തീരുമാനമാണെങ്കിൽ കൊള്ളാം. പക്ഷെ ഒന്ന് പൊട്ടിക്കരയുമ്പോൾ, എന്തിനാടി നീ കരയുന്നത്, ഞാനില്ലേ എന്ന് പറയാൻ സ്വന്തമായി ഒരാള്, അതില്ലാതെ ആകുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഞാൻ പോലും അറിയാതെ രഹസ്യമായാണ് ഇദ്ദേഹം എന്റെ ഹൃദയത്തിൽ താമസം തുടങ്ങിയത്. ഒരു സൗഹൃദത്തിൽ നിന്നും പ്രണയത്തിലേക്ക് ഈ മനുഷ്യൻ എന്റെ മനസ്സിൽ കൂടി നടന്നപ്പോൾ ഞാൻ ശരിക്കും ഭയന്നു. അർഹതയില്ലാത്ത ഒന്ന് എന്ന ഭയം, ആ ഗിൽറ്റി, അതെന്നെ വല്ലാതെ ചുട്ടുപൊള്ളിച്ചു. വല്ലാത്ത വേദനയായിരുന്നു അത്. കുറെ നാൾ ആ കുറ്റബോധത്തിന്റെ മറവിൽ ജീവിച്ചു. പിന്നെ പതിയെ ഞാൻ അറിഞ്ഞു, ഇനിയും ഈ കുറ്റബോധത്തോടെ ജീവിക്കാൻ പ്രയാസമാണെന്ന്. എന്നിൽ വീണ്ടും ഒരു ഇണയോടുള്ള സ്നേഹവും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹവും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എന്റെ ഹരിയേട്ടന്റെ സഹായത്തോടെ ഞാൻ ആ കുറ്റബോധം അങ്ങ് മാറ്റിവെച്ചു. ഈ നെഞ്ചിലേക്ക് സന്തോഷത്തോടെ കുടിയേറി. അന്ന് ഞാൻ തീരുമാനിച്ചു, ശിഷ്ടകാലം എന്റെ ഇഷ്ടകാലം തന്നെ ആകട്ടെ എന്ന്. ഒരിക്കലും ഒരു തിരിഞ്ഞുനോട്ടം വേണ്ടി വരാത്ത ഒരു ജീവിതം തന്നെയായിരുന്നു. പുറമേ നോക്കിയാൽ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായ ഒരു കൂട്ട്, അത് എത്ര പേര് കൂട്ടിയാലും കൂടാത്ത ഒന്നാണെന്ന് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. വാർദ്ധക്യവും കൂട്ടാഗ്രഹിക്കുന്ന ഒന്നാണെന്ന് ഓരോ ദിവസവും എന്റെ ഹരിയേട്ടൻ എന്നെ ഓർമ്മിപ്പിച്ചു. പറഞ്ഞു തീർന്നതും നാണത്തോടെ മിഷേൽ തല താഴ്ത്തിയപ്പോൾ ഹരി സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഈ ഇഷ്ടകാലത്തിൽ മരണം വരെ ഞാനുണ്ട് പെണ്ണെ എന്ന വാഗ്ദാനം പോലെ. എല്ലാവരും കൈയടിച്ചു. പലരും അവർ ചെയ്ത തെറ്റുകളൊന്ന് ആത്മപരിശോധന ചെയ്ത് കണ്ണു നിറച്ചപ്പോൾ മറ്റു പലരും അവരാൽ ചെയ്ത നന്മ ഓർത്ത് കണ്ണു നിറച്ചു. മൂഡ് മാറ്റാനായി വീണ്ടും
കളിയിലേക്ക് തിരിഞ്ഞപ്പോൾ അടുത്തത് കിട്ടിയത് ശ്രീനന്ദനാണ്. അവനും ഡെയർ തന്നെ എടുത്തു. നിഖിലായിരുന്നു അവനുള്ള ഡെയർ കൊടുത്തത്. നിഖിൽ നമ്മുടെ മുകിലിന്റെ മകൻ. ഇവിടെ ഇരിക്കുന്നവരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ ഉമ്മ വയ്ക്കുക. അവന്റെ മമ്മി ഉടനെ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. പിന്നെ ഒന്ന് പോ. ഞാൻ അവന്റെ ഒരേ ഒരു പെങ്ങളാണ്. എന്നോടാകും അവനിഷ്ടം. നീലിമയും അവകാശം പറഞ്ഞു. എല്ലാവരോടും പുഞ്ചിരിയോടെ നോക്കിയിരുന്നപ്പോൾ അവൻ മീരയുടെ അടുത്ത് ചെന്ന് തറയിലിരുന്നു. അവളുടെ വലത് കരം പിടിച്ച് അതിൽ ഉമ്മ വെച്ചു. നീയും സമ്മതം പറഞ്ഞാൽ കവളിൽ തരാം ഈ ഉമ്മ. അവന്റെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ അവളുടെ കണ്ണു തള്ളി. അവന്റെ മുഖത്ത് അപ്പോഴും പുഞ്ചിരിയായിരുന്നു. എല്ലാവരും വായും തുറന്നിരുന്നു പോയി. മീര ഹരിയെ ഒന്ന് നോക്കി. അവളുടെ മെന്ററാണല്ലോ മുത്തച്ഛൻ. അവൻ കണ്ണടച്ച് കാണിച്ചപ്പോൾ അവൾ നന്ദേട്ടനെ കെട്ടിപ്പിടിച്ചു. അതോടെ ആയപ്പോൾ എല്ലാവരും നോക്കിയിരുന്നു പോയി. ബെസ്റ്റ്. ഇതിലും വലിയൊരു അടി എന്റെ മമ്മിക്ക് കിട്ടാനില്ല. കൊച്ചുമകളുടെ ഇഷ്ടം എന്തായാലും മമ്മി ഒന്ന് കുലുക്കും. ജെറിന്റെ തമാശ ശ്വാസം അടക്കി ഇനി എന്തെന്ന് ഭയന്ന എല്ലാവരിലും ഒരു പൊട്ടിച്ചിരി വരുത്തി. മറ്റൊരു പ്രണയം, അതും മതത്തെ മാറ്റി നിർത്തി അവിടെ പൊട്ടിമുളച്ചു. പിള്ളേർ സെറ്റ് ഇത് എപ്പോ എങ്ങനെയെന്ന് അവരോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ മുതിർന്നവർ സദ്യ വിളമ്പാനുള്ള തയ്യാറെടുപ്പായിരുന്നു. രാവിലെ ഹരിയുടെ ബഹളം കേട്ടാണ് മിലി ഉണർന്ന് മുറ്റത്തേക്ക് ചെന്നത്. എന്റെ മിഷു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ചാണകം നീ എടുത്തോണ്ട് വരണ്ടാന്ന്. അവിടെ എങ്ങനെ വീണിരുന്നെങ്കിലോ? ഈ കാറ്റിലും ചെയ്യുമ്പോ ഒന്നും അല്ല എനിക്ക് വലുത്, നിന്റെ ആരോഗ്യമാണ്. എന്റെ ഹരിയേട്ടാ, 60 ഒരു വലിയ പ്രായമൊന്നും അല്ല. നിങ്ങളെ താങ്ങുന്ന എനിക്കാണോ ഒരു കുട്ട ചാണകം എടുക്കാൻ പ്രയാസം? അതും പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിച്ചു. ഡീ നിന്നെ. ദേ മനുഷ്യ, വേണ്ട. കുരുത്തക്കേട് കാണിച്ച ഞാൻ ഇന്ന് കാലിൽ കുഴമ്പിട്ട് വരില്ല, പറഞ്ഞേക്കാം. വേണ്ടടി, എന്റെ കൊച്ചുമക്കളുണ്ട്. എന്നാലേ കെട്ടിപ്പിടിച്ച് കിടക്കാനും കൊച്ചുമക്കൾ വരും. അത് വേണ്ട, അത് വേണ്ട. എനിക്കെന്റെ പെണ്ണ് തന്നെ വേണം. തമ്മിൽ നോവിക്കാതെ അടിച്ചും പൊട്ടിച്ചിരിച്ചും രാവിലെ പറമ്പിൽ പണിയുന്ന അവരെ നോക്കി നിന്ന മിലിയെ ജെറിൻ പുറകിൽ കൂടി ചേർത്ത് നിർത്തി കാതിൽ പറഞ്ഞു. എന്റെയും സ്വപ്നമാണ് മിലി, വാർദ്ധക്യത്തില് ഇങ്ങനെ ഒരു ഇഷ്ടകാലം. അവനിലേക്ക് ചാരുമ്പോൾ മിലിയും കണ്ടു മക്കളുടെ സന്തോഷം കണ്ട് സ്വയം മറന്ന് മണ്ണു പുരണ്ട കൈയോടെ പരസ്പരം ചേർത്ത് പിടിച്ച് പുഞ്ചിരിക്കുന്ന മമ്മിയെയും ജന്മം കൊണ്ടല്ലാതെ അച്ഛനായ അവരുടെ ഹരിയച്ഛനെയും. ഇനി ശിഷ്ടകാലം നമ്മുടെയും ശല്യമില്ലാതെ അവർ ജീവിക്കട്ടെ, അല്ലേ? ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പുതിയൊരു കഥയായിട്ട് ഉടനെ വരാവേ.